വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഒരുപാട് ദിവസത്തിന് ശേഷം ഒരു ഫേസ് ടു ഫേസ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ മൈ യൂട്യൂബ് ജേണി. അപ്പോൾ ഞാനിന്ന് പറയാൻ പോകുന്നത് എൻ്റെ യൂട്യൂബ് ജേണിയെ കുറിച്ചാണ്. നിങ്ങൾക്ക് തമിഴയും കണ്ടപ്പോൾ തന്നെ മനസ്സിലായെന്ന് എനിക്ക് അറിയാം. അപ്പോൾ നമ്മുടെ കഥ തുടങ്ങുന്നത് 2019 കേസ്. ഇതിപ്പോൾ 2025 ജാനുവരി 17 തോന്നുന്നു. അയ്യോ, അപ്പോൾ നമ്മൾ 2019 മെയ് ആ ടൈമിലാണ് മെയ് ഏപ്രിൽ അങ്ങനെ ടൈമിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അതെനിക്ക് വിവോൻ്റെ ഒരു ഫോൺ മെയിൽ വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു, വെഡിങ് ആനിവേഴ്സറി സ്പെഷ്യൽ. അങ്ങനെ ആ ഫോണിലാണ് വീഡിയോസൊക്കെ എടുത്തിട്ട് ഒരുപാട് വീഡിയോസ് എടുത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നല്ല ലോങ് വീഡിയോ, 15 മിനിറ്റിൻ്റെ ഒക്കെ വീഡിയോ. വ്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല, 100-150, അതിൽ കൂടുതലില്ല. ഇന്നും അത്ര തന്നെ, 100-150. അപ്പോൾ വീഡിയോ ഒക്കെ ചെയ്തു. അന്ന് ഈ ഷോർട്സൊന്നും അത്ര വലിയ റീച്ചായി വന്നിട്ടില്ല, കാരണം ടിക്ടോക്കൊക്കെ നല്ല ഫേമസ് ആയിരിക്കുന്ന സമയമായിരുന്നു. ഇൻസ്റ്റഗ്രാമൊക്കെ ടിക്ടോക്ക് പോയതിനു ശേഷമാണ് അധികം ഗ്രാമൊക്കെ ഇത്ര, അതായത് അല്ല നമ്മളെ കല്യാണത്തിന് മുമ്പൊക്കെ ഉണ്ട്. എന്നാലും അങ്ങനെ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഒരുപാട് ചാലഞ്ചിങ് വീഡിയോസൊക്കെ ചെയ്തു. പക്ഷേ നല്ല സപ്പോർട്ടായിരുന്നു എല്ലാവർക്കും. ആരും ചീറ്റൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഫാമിലിയിൽ നിന്നും ഇക്കാൻ്റെ സൈഡൊന്നും അങ്ങനെ ഇവിടുന്ന് ഒരു പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല രീതിയിൽ തന്നെ മുമ്പോട്ട് പോയി. അങ്ങനെ ഒരു 2023 ഇക്ക ഗൾഫിലൊക്കെ പോകുന്ന സമയത്ത് എൻ്റെ സെക്കൻഡ് ഡെലിവറി ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് ഞാൻ വീണ്ടും ഒന്ന് പൊടി തട്ടി എടുത്തു. പഴയ വീഡിയോസൊക്കെ ഡിലീറ്റാക്കി പുതിയ വീഡിയോസ് മാത്രം അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ചെയ്ത് 200 ഫോളോവേഴ്സായി, 300 ഫോളോവേഴ്സായി. അങ്ങനെ ആ ഒരു സ്റ്റേജിൽ നിൽക്കുമ്പോഴായിരുന്നു എല്ലാ ബ്യൂട്ടി ടിപ്സ്, അങ്ങനെ ബ്യൂട്ടി സംബന്ധമായി ചെയ്യുന്ന ഓരോ ഇതില്ലേ കാണുന്നുണ്ടോ? ഓക്കെ, ഞാൻ ഇപ്പോൾ ഡ്രസ്സൊക്കെ മാറ്റി റെഡിയായി നിന്നപ്പോഴാണ് മോൻ സിപ്പപ്പ് കുടിച്ചത്. ചോക്ലേറ്റ് സിപ്പപ്പ് ആയിരുന്നു. അപ്പോൾ അതിന് മേത്ത് വെച്ച് തേച്ച്. അപ്പോൾ ഞാനതിങ്ങനെ കാണാതിരിക്കാൻ വേണ്ടി അഡ്ജസ്റ്റ് ചെയ്തെങ്കിലും അത് കാണുന്നുണ്ടല്ലേ. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞല്ലോ, അപ്പോൾ പിന്നെ കുഴപ്പമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്തായിരുന്നു, അപ്പോൾ ബ്യൂട്ടി സംബന്ധമായിട്ടുള്ള ഒരുപാട് വീഡിയോസൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഹാക്കൊക്കെ, ലിപ്സ്റ്റിക് ചാലഞ്ചിങ്, മിക്സിങ് ഹാക്ക്, പിന്നെ ഫൗണ്ടേഷൻ്റെ ഓരോ ഹാക്ക്, കണ്ണെഴുതുന്ന അങ്ങനെയൊക്കെ. അപ്പോൾ ഞാനും അതൊക്കെ കണ്ടിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊന്ന് ചെയ്തിരുന്നു, മൈലാഞ്ചി ട്യൂബ് നമ്മൾ ചുണ്ടിന്മേലെ അപ്ലൈ ചെയ്തിട്ട് അങ്ങനെ ഒരു വീഡിയോ. അത് അപ്പോൾ ഒന്നും വലിയ റീച്ചൊന്നും ഉണ്ടായിരുന്നില്ല, 2K അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നുള്ളൂ. ഏകദേശം ഒരു 3-4-5 മാസമൊക്കെ കഴിഞ്ഞപ്പോൾ അത് കയറാൻ തുടങ്ങി. ഏകദേശം 2,00,000 സംതിങ് എങ്ങാണ്ട് വ്യൂസ് അതിന് കിട്ടി. അപ്പോൾ ഞാൻ ലോങ് വീഡിയോ ഒന്നും ഇടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് കയറിയതും എനിക്ക് അത്ര വലുതായിട്ട് അറിയില്ലായിരുന്നു. പിന്നെ ഒരു ദിവസം ഇങ്ങനെ എന്തോ ഇതിൽ ഫോണൊക്കെ ഗൾഫിൽ നിന്നൊക്കെ വന്നിട്ട് ഫോണൊക്കെ എടുത്ത് നോക്കുമ്പോഴാണ് 1K ആയത് ഗൈസ്. ഒരുപാട് സന്തോഷമായി 1K ആയപ്പം. നാച്ചുറൽ ഫാനൊന്നല്ല, പുറത്താണ് ഇരിക്കുന്നത്. അങ്ങനെ അത് റീച്ചായി, 1K ആയി. അങ്ങനെ ഇക്ക എന്നോട് പണ്ട് ഒരു 3 വർഷം മുമ്പൊക്കെ പറഞ്ഞിരുന്നു, 1K ആവുകയെന്നുണ്ടെങ്കിൽ ഞാൻ നിനക്ക് ഫോൺ വാങ്ങിത്തരാമെന്ന് പറഞ്ഞു. എനിക്കിങ്ങനെ റേഞ്ചൊന്നുമില്ല, ക്ലിയർ ഒന്നുമില്ല. അങ്ങനെ അപ്പം എന്നോട് ഫോൺ വാങ്ങിത്തരാം. അങ്ങനെ 1K ആയപ്പോൾ ഞാൻ ഭയങ്കര പ്രാവശ്യം എനിക്ക് ഫോൺ വാങ്ങിത്താൽ ഞാൻ യൂട്യൂബിൽ അങ്ങോട്ടാക്കും ഇങ്ങോട്ടാക്കും, കൊണ്ടുവരും വാരും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടു. പാവം വിശ്വസിച്ചു. ഞാൻ ഇങ്ങോട്ടേക്കാട്ടോ അധികം നോക്കുന്നത്, പക്ഷേ ഇവിടെയാണ് നോക്കേണ്ടത്, ശരിയായിട്ടുള്ള. അപ്പം അവൻ വിശ്വസിച്ചു, എനിക്ക് ഫോൺ വാങ്ങി തന്നു ഗൈസ്. 2023 മെയ്, അതും ഒരു വെഡിങ് ആനിവേഴ്സറി ടൈമിൽ. ചെറിയ ആഗ്രഹമൊന്നുമല്ലായിരുന്നു, വലിയ ആഗ്രഹമായിരുന്നു. സാംസങ് ഗാലക്സി S23 അൾട്രാ. പക്ഷെ എനിക്ക് ഈ ഫോണിനോട് ഒരു ക്രേസ് ഉണ്ടായിരുന്നില്ല, എനിക്ക് ഐഫോണായിരുന്നു ഇഷ്ടം. അപ്പോൾ ഇക്കാക്കായിരുന്നു ഐഫോണിനോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. ചാർജ് നിൽക്കില്ല, അല്ലെങ്കിൽ യൂട്യൂബിൽ അങ്ങോട്ടാക്കാനുള്ളതല്ലേ. അതുപോലെ ഞങ്ങൾ ബത്തേരി ഇമേജ് നിന്ന് എടുത്തു. അപ്പോൾ അവരോട് പറഞ്ഞു യൂട്യൂബ് ചാനലിൽ വേണ്ടിയിട്ട്. അപ്പോൾ അവർ പറഞ്ഞു ചാർജ് കപ്പാസിറ്റി നോക്കുമ്പോൾ ഐഫോണിനെയും കാട്ടി നല്ലത് സാംസങ്ങിൻ്റെ ഫോണാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനതിൽ വീണുപോയി. പക്ഷേ ഇപ്പോൾ 2 വർഷമാവുന്നു യൂസ് ചെയ്യുന്ന, ഒരു കുഴപ്പമില്ല, അടിപൊളി ഫോണാണ് കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് ഫോണ് വാങ്ങി തന്നു. അതിനുശേഷം പിന്നെയും ഞാൻ കിടപ്പിലായി. വീഡിയോ ഒന്നും ചെയ്യൂല, വല്ലപ്പോഴൊക്കെ ചെയ്ത് എന്നിട്ട് യൂട്യൂബർ മുതലാളി എന്നെ ഒരിക്കലും മറക്കൂല. ഞാൻ മറക്കാതിരിക്കുന്ന തരത്തിൽ ഞാൻ വീഡിയോ ചെയ്തിട്ട് അങ്ങനെ ഇടക്കും തലക്കൊക്കെ വീഡിയോ ചെയ്ത് പക്ഷേ ഷോർട്സൊക്കെ അന്ന് ഇപ്പോൾ ഷോർട്സ് ഭയങ്കര ഇതായതുകൊണ്ട് ഷോർട്സൊക്കെ എങ്ങനെ ചെയ്താലും നമുക്ക് സബ് കയറുന്നുണ്ട് കേട്ടോ. പിന്നെ സബ് കയറി നമ്മുടെ യൂട്യൂബ് ജേണിയിൽ എനിക്ക് 2,500 സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് സന്തോഷം. പക്ഷേ എനിക്കൊരു സങ്കടമുള്ള കാര്യം പറയാം, വലിയൊരു സങ്കടമുള്ള കാര്യം പറയാം. എനിക്ക് 4000 മണിക്കൂർ ഇതുവരെ ആയിട്ടുള്ള 200 സംതിങ്
മണിക്കൂറേ ആയിട്ടുള്ളൂ. അതാണ് ഏറ്റവും വലിയ ഒരിത്. ഇക്കാനോട് ഫോൺ എടുക്കുമ്പോൾ പറഞ്ഞത് 3 മാസം കൊണ്ട് ഞാൻ എങ്ങനെയെങ്കിലും യൂട്യൂബിൽ അങ്ങെത്തും, അങ്ങേ തലയിലെത്തും. പിറ്റത്തെ മാസം കൊണ്ട് നമ്മളൊക്കെ ഇങ്ങനെ എമൗണ്ട് പൈസയൊക്കെ ഇങ്ങനെ വരും, നമ്മുടെ വീഡിയോ അങ്ങനെ റീച്ചാകും ഇങ്ങനെ റീച്ചാകും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഫോൺ എടുത്തത്. അതൊന്നും നടന്നില്ല. EMI ഇട്ട ഫോണിൻ്റെ അടവ് ഇപ്പോഴും കഷ്ടപ്പെട്ട് ഓടി വീട്ടിൽ കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു യൂട്യൂബ് ചാനൽ എനിക്ക് പറയുന്നത്, ആരും എടുത്ത് ചാടി നമ്മളൊരു ഫോൺ വാങ്ങാൻ, സാമ്പത്തിക സ്ഥിതി നല്ലതല്ലാന്നുണ്ടെങ്കിൽ ഫോൺ വാങ്ങേണ്ട ഒരു ആവശ്യമില്ല. നമ്മളുള്ള ഫോണിൽ ചെയ്യുക. പിന്നെ ക്ലിയർ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും, മുമ്പോട്ട് പോകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രം നല്ലൊരു ഫോണൊക്കെ വാങ്ങി ചാനൽ മുമ്പോട്ട് കൊണ്ടുപോകുക. ഇപ്പം ഇന്ന് ക്ലിക്കാവും നാളെ ക്ലിക്കാവും എന്നുള്ള പ്രതീക്ഷയിൽ ജീവിക്കുകയാണ് ഞാൻ. ഏകദേശം 5-6 വർഷമായി ഇതുവരെ ക്ലിക്കായിട്ടൊന്നുമില്ല. ഏതെങ്കിലും കാലത്ത് ക്ലിക്കാവുമായിരിക്കും ഇൻഷാ അല്ലാഹ്. അന്ന് ഞാൻ ഇങ്ങനെ നോക്കിക്കോ എന്ന് പറഞ്ഞാൽ, അതേപോലെ ഞാൻ കേട്ടിട്ട് ചലഞ്ച് ചെയ്ത് ഒരു സംഭവമാണ്. എനിക്ക് 30 വയസ്സാകുമ്പോഴത്തേക്കും ഞാൻ സ്വന്തമായി അധ്വാനിക്കുന്ന, സ്വന്തമായി എൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന പ്രാപ്തിയുള്ള ഒരു യുവതിയായിരിക്കുമെന്നാണ്. ഇനി ആകെ കുറച്ച് കാലമേ ഉള്ളൂ, അതിനുള്ളിൽ എനിക്ക് 30 വയസ്സാകും. പക്ഷേ ഞാനിന്ന് എവിടെയും എത്തിയിട്ടില്ല. അതിന് വിഷമമുണ്ടോ വെച്ചാൽ വിഷമില്ലാണ്ട് പോകും. നമ്മൾ എപ്പോഴും ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുക എന്ന് പറയുമ്പോൾ കുറച്ചധികം പെയിൻഫുള്ളാണ്. അപ്പോൾ ഇനി നിങ്ങളോട് പറയാനുള്ളതാണ്, നിങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നല്ല ആലോചിച്ച്, അത്യാവശ്യം ഇതിനെപ്പറ്റി അറിയുന്ന ആൾക്കാരോടൊക്കെ ചോദിക്കുക, ഇത് തുടങ്ങിയാൽ കഴിച്ചിലാവുമോ, ഇതിലെന്തൊക്കെ ചെയ്യണം, അങ്ങനെയൊക്കെ. എനിക്കങ്ങനെ ആരും അറിയില്ല. ഞാൻ യൂട്യൂബ് കണ്ടിട്ടുള്ള അറിവ് മാത്രമേ എനിക്കുള്ളൂ. പിന്നെ അത്രയൊക്കെ തന്നെ. ഇവിടെ ഭയങ്കര കാറ്റാണ്, വാതിൽ വന്നാണ്ടായിരുന്നു. അപ്പോൾ മറന്നു. വീട്ടിൽ നല്ല സപ്പോർട്ടൊക്കെ ഉണ്ടായിട്ടും കാര്യമൊന്നുമില്ല. അങ്ങനെയല്ല കേട്ടോ, സപ്പോർട്ട് വേണം, അത് വേറെ കാര്യം. എന്നാലും നമ്മളെ കൊണ്ടാവുന്ന രീതിയിലും കൂടി നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകണം. അപ്പം ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ജേണി ഇതാണ്. 2500 സബ്ബിൽ വന്ന് നിൽക്കുന്നുണ്ട്. പക്ഷേ വാച്ച് അവർ ആയിട്ടുള്ള 250 ഉള്ളൂ. അപ്പോൾ ഇനി അതാണ് ഏക ലക്ഷ്യം, എങ്ങനെയെങ്കിലും ആക്കണം. പിന്നെ എനിക്ക് വേറൊരു മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ, പുറത്ത് പോകുന്നുണ്ട്, ഒരുപാട് സ്ഥലങ്ങളിൽ പോകുന്നുണ്ട്. നമ്മളിപ്പോൾ വ്ളോഗൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിലും, പക്ഷേ ക്യാമറ ആൾക്കാർ മുമ്പ് ഇങ്ങനെ എടുത്ത് വീഡിയോ ചെയ്യാൻ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര മടിയാണ്. അപ്പോൾ നമ്മൾ വീഡിയോ വേറൊരാളെ കൊണ്ട് എടുപ്പിച്ച് പിന്നെ അത് വോയിസ് ഓവർ കൊടുക്കാൻ ഫോണിങ്ങനെ നമ്മളെ ഗാലറിയിൽ ഇങ്ങനെ പെൻഡിങ് കിടക്കുന്ന ഒരുപാട് വീഡിയോ ഉണ്ട്. പിന്നെ നമുക്കത് പറ്റില്ല. ഇപ്പോൾ ഈ ഡയറക്റ്റ് സംസാരിച്ചിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാമെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്ന എഡിറ്റിങ് ഭയങ്കര എളുപ്പമായിരിക്കും. പക്ഷേ നമ്മൾ സൗണ്ട് കൊടുക്കുന്ന രീതിയിലാണെന്നുണ്ടെങ്കിൽ കുറച്ച് പാടാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നവർക്ക് തുടങ്ങാം, അത്ര തന്നെ. ലാഗ് ഉണ്ടാകാൻ പാടില്ല, കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടണം. ഞാൻ ഷോർട്സിലാണ് സബ്ബ് കയറുക എന്നുള്ളത് എൻ്റെ ഒരു 5-6 വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് പറയുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.